പാട്ടും ബാക്കിയില്ലേ? ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? തുള്ളിക്കൊരു കുടം കണക്കെ മാരി പെയ്യും. ഓക്കെ, അത്ര മതി. സൂപ്പർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇതുവരെ പാടാൻ പറ്റിയിട്ടില്ല. അതെന്തോ എനിക്ക് കിട്ടുന്നില്ല. അല്ല, ഇതേ കൊറേ ഹമ്മിങ് ഉണ്ട് ഈ പാട്ട്. അതായത് നമുക്ക് കൊറേ കഴിയുമ്പോ അങ്ങോട്ട് നമുക്കത് തൊണ്ടേതാണ്ട് ഓ വരില്ല. ആ ആര്യ ബിന്ദു ഹായ് എന്ന് പറയുന്നുണ്ട്. ആര്യ ഹായ് എന്ന് ബിന്ദു ചേച്ചി തിരിച്ചു പറയുന്നുണ്ട്. കാർത്തിക വന്നില്ല ചേച്ചി എന്ന് പറയുന്നത്. ആ കാർത്തു വന്നില്ല. കാർത്തു ഇന്ന് പോവല്ലേടാ ഹിമാചലിലേക്ക് തിരിച്ചു പോവല്ലേ, അതിന്റെ തിരക്കായിരിക്കും. ആര്യ ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ജവാബ് ബ്രോ. സിന്ദൂര സന്ധ്യ പറയൂ, പാടിച്ചോ. പാടാവേ സ്ലോ. ബിന്ദു ഒന്ന് സെറ്റ് ആക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആര്യ. എടാ എല്ലാരും പരസ്പരം സെറ്റ് ആക്കുന്നവരൊന്ന് മെൻഷൻ ചെയ്യുക. കാരണം അല്ലെങ്കിൽ സ്പാം ആയിട്ട് അടിച്ചു പോകും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകരുത്. നല്ല ഫോട്ടോ കാണുന്നുണ്ട്. നേരത്തെ അല്ലേ? എനിക്ക് ഇപ്പോഴും എന്നെ മാത്രമേ കാണത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ആണോ? ജവാബ് ബ്രോ കുടിച്ചില്ല എന്ന് പറയുന്നുണ്ട് ആര്യ. ഞങ്ങൾക്ക് കാണാമെന്ന് പറയുന്നുണ്ട് സ്ലോ. ആര്യ എന്ന് പറഞ്ഞ സ്നേഹം. ഓക്കെ, താങ്ക് യു. ജിസിൽ ഹായ് ജോ. ഞാൻ പാട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാടാം സ്ലോ. സിന്ദൂര സന്ധ്യ എല്ലാം എടുത്തു വെച്ചു കേട്ടോ. പെങ്ങളെ പോയി വരാം, വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, അതുകൊണ്ടാണ് വീട്ടിലെത്തിയിട്ട് കമന്റ് ഇടാം. ഓക്കെ ജവാബ് ബ്രോ, സേഫ് ആയിട്ട് വീട്ടിൽ ചെല്ലു കേട്ടോ. ചേട്ടാ സൂപ്പർ എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അസ്ലു. ആര്യ കൂട്ടാക്കി തിരിച്ചു വരണേ പറയുന്നുണ്ട് നമ്മുടെ ബിന്ദു. ബ്രോ പാട്ട് സൂപ്പർ ആണ് എന്ന് പറയുന്നുണ്ട്. എല്ലാരും എന്നെയും സപ്പോർട്ട് ചെയ്യണം. അതെ, ഈ ഡയറീസ് ഓഫ് എഡിയും ചാനലാണ് കേട്ടോ. എല്ലാരും പരസ്പരം സപ്പോർട്ട് ചെയ്യുക. ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് പോയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് മിനിമം 3 ഷോർട്സിന് കമന്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഇപ്പൊ കേറിയ നമ്മുടെ പ്രതീഷ് ബ്രോനെ ഞാനിവിടെ കമന്റ് ചെയ്യാം. പുള്ളിയും ചാനലാണ് കേട്ടോ. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാരും ഒന്ന് പുള്ളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കമന്റ് എന്റെ ഷോർട്സിൽ ഇത് കമന്റ് ഇട്ടാ മതി, ഞാൻ തിരിച്ചു വന്നോളൂ. അതെ, പുള്ളിയുടെ ഷോർട്സിൽ കമന്റ് ഇട്ടാൽ മതി, പുള്ളി തിരിച്ചു വരും കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നിതീഷ് കൂട്ടാ നീ വന്നോ? ഹലോ, സുഖമായിട്ടിരിക്കുന്നടാ? എന്നാണ്ട് വിശേഷം? കുറെ എല്ലാം ഞാനൊരു കണ്ടിട്ട്. സോങ് പാടട്ടെ? പാട്. ഓക്കെ. തൂവെള്ള തൂവുന്നുഷസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല. തൂവെള്ള തൂവുന്നുഷസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല. ചന്ദനത്തിൽ കുളിരുപോലെ അന്തരങ്കിൽ രാഗം പോലെ അലകടലൊഴിയോരം സ്നേഹപ്പുന്നാരപ്പൂർണേന്തുവോ. തൂവെള്ള തൂവുന്നുഷസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല. ചന്ദനത്തിൻ കുളിര് പോലെ അന്തരങ്കിൽ രാഗം പോലെ അലകടലൊളിയോരം പോരും സ്നേഹപ്പുന്നാരപ്പൂർണേന്തുവോ. ഓക്കെ. സൂപ്പർ. അത് ഏത് സിനിമ പാട്ടാണോ? ഫിലിം സോങ് ആണോ? ആ, മൂവി സോങ് ആണ്. അത് എവിടെയോ ഏതോ ഒരു മ്യൂസിക് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സ്റ്റാർട്ടിങ് ഞാൻ കേട്ടിട്ടില്ല. ഇതിന്റെയാണ് ഇയാളാണ് ഇതിന്റെ മ്യൂസിക്. ജാസി ഗിഫ്റ്റ് ആണ് മ്യൂസിക്കിന്റെ. ഓ ഓക്കെ. അതായത് ഒരു ബാലചന്ദ്ര മേനോനും ദേശീയ അവാർഡ് സിനിമയില്ലേ, അപ്പൊ പാപ്പാടാണ്. കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ. അത് ശരിയാ. ഇത് ആ. ആരായിരുന്നു? നമ്മുടെ ദേവി വന്നല്ലോ. ജോമാക്രി എന്ന് വെച്ച് കയറി. മാമാക്രി കയറി വരൂ. അസ്ലു എന്ന് വിളിച്ച് സ്നേഹം തരുന്നു. ജവാദ് ബ്രോ എന്ന് വിളിച്ച് സ്നേഹം തരുന്നു. ചാത്തന് എത്തി. ലിൻഡപ്പ കയറി വരൂ. ദേവി കൊക്കാച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ ലിൻഡപ്പൻ. ദേവി ഹായ് എന്തെല്ലാന്ന് ചോദിക്കുന്നുണ്ട് അസ്ലു കേട്ടോ. ഇവിടെ നിങ്ങളെ അപ്പൊ എല്ലാരും ഒരു ചോദിച്ചോണ്ടിരിക്കുന്നത് സോങ് ലിൻഡപ്പ. കേട്ടോ, ഇത് കേട്ടിട്ടോ നോട്ടെ. എന്തോ? ജോ, ഈ പാട്ട് കേട്ടിട്ടുണ്ടോ നോക്കട്ടെ. ആ പൂവിനും പൂങ്കുരുന്ന കൊച്ചു പൂമുഖം മുത്തമിട്ടും കിക്കിളിക്കൂടിനുള്ളിൽ പറന്നൊച്ച വെക്കാതൊളിച്ചും ഇതിലെ ഇതുവഴിയെ അലസം ഒഴുകി വരൂ ഇവളിൽ പരിമളമായി സ്വയം ചെല്ലക്കാറ്റ്. ഇത് കേട്ടില്ല? ആ പാട്ട് കേട്ടിട്ടുണ്ട്. മുളമൂടും പാട്ടും കേട്ടിള വേനൽ കാത്തും കൊണ്ടിവളും കുളിരും പുണരുമ്പോൾ ഇമയോരത്തെങ്ങാനും ഇടതഞ്ചത്തെങ്ങാനും ഇടത്തോടെ നീൻ കൊതിയുണ്ടോ. ഹൃദയം വനഹൃദയം ശിശിരം പകരുകയായി